നാളെ നമ്മളുടെ സോക്കോൾഡ് വൈദിക സമ്മേളനം നടക്കുകയാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കല്ലായർ നമ്മുടെ വൈദികരെ ഉപരോധിക്കും, അകത്തേക്ക് കടത്തിവിടുകയില്ല എന്ന് പറയുന്നു. കലൂർ റിന്യൂവൽ സെൻറ്ററിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. മാർ തട്ടിൽ അധ്യക്ഷനായിരിക്കും, അതുപോലെ തന്നെ മാർ പാമ്പ്ലാനിയുടെ അധ്യക്ഷതയിൽ. അവർ നോക്കുന്നത് സഭാ നേതൃത്വം നോക്കുന്നത്, അതുപോലെ നമ്മുടെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് സമവായമാണ്. ഒരു സമവായം. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം എറണാകുളം അതിരൂപതയിലെ മുക്കാലും മനുഷ്യരെ, ലേമൻ സാധാരണക്കാർ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മളുടെ ആത്മായ നേതൃത്വത്തിനും നമ്മുടെ വൈദിക നേതൃത്വത്തിനും ഒരു അല്പം പേശിക്ക് പറ്റിയിട്ടുണ്ടോ, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. കാരണം ഞാൻ സംസാരിച്ച എല്ലാവരും തന്നെ, അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഗതി, ഇങ്ങനൊരു സമവായം ശരിയാകില്ല, നമ്മളൊരു സമവായത്തിന് എഗ്രി ചെയ്താൽ അത് പിന്നീട് വിനയായി മാറും എന്ന് എല്ലാവരും പറയുകയാണ്. ഈ സമവായം എന്നുദ്ദേശിക്കുന്നത് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും കൽദായർക്ക് ഒരു കൽദായ കുർബാന അനുവദിച്ചു കൊടുക്കുക, അതാണ്. അങ്ങനെ ഒരു സെറ്റപ്പിന് ഞാൻ എതിരാണ്. ഞാൻ എന്നും എതിരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന് നിൽക്കാൻ ഇടം കൊടുക്കുന്ന പോലെയാണ് ഇവർക്ക് കൽദായർക്ക് ഒരു കുർബാന അർപ്പിക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. എൻ്റെ പ്രപ്പോസൽ ഇതാണ്. ഓക്കെ, ആയിക്കോട്ടെ, ഒരു സമവായം എന്ന പേരിൽ നമുക്കൊരല്പം വിട്ടുവീഴ്ച ചെയ്യാം. എന്നാൽ അത് നമ്മളുടെ ഷെഡ്യൂൾഡ് കുർബാനകളെ, അതുപോലെ ഇപ്പോൾ അവിടെ നടക്കുന്ന ആരാധനാക്രമങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ ഏതെങ്കിലും ഒരു സമയത്ത്, സൗകര്യമുള്ള ഒരു സമയത്ത് അവർക്ക് ഒരു കുർബാന അർപ്പിക്കാനുള്ള സമയം നമുക്ക് കൊടുക്കാം. പക്ഷേ അത് അങ്ങനെ ഒരു കുർബാന അർപ്പിക്കാൻ മനസ്സാകാത്ത നമ്മുടെ വൈദികരെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ നടത്തുവാൻ പാടില്ല. അത്ര നിർബന്ധമുള്ള കൽദായരുണ്ടെങ്കിൽ അവർ കൽദായ കുർബാന ചെല്ലുവാൻ സമ്മതമുള്ള ഏതെങ്കിലും വൈദികരെ കൊണ്ടുവരിക. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സെക്റ്റ് എന്ന രീതിയിൽ അവർക്ക് അവരുടെ സ്വന്തം കുർബാന ചെല്ലാനും അതിൽ പങ്കുചേരാനുമുള്ള അവസരം നല്ല കത്തോലിക്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അത് വിദേശത്ത് വന്നിരുന്ന നമുക്കെല്ലാവർക്കും ഇവിടുത്തെ സായിപ്പുമാർ പല ചെയ്തു തന്ന ആനുകൂല്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും സീറോ മലബാർ കുർബാന വേണമെന്ന് തോന്നി മലയാളം. നമ്മളിവിടുത്തെ സായിപ്പച്ചന്മാരെ മലയാളം പഠിപ്പിക്കാനല്ല പോയത്, നമ്മളെ സീറോ മലബാർ ആരാധനക്രമം പഠിപ്പിക്കാനല്ല പോയത്. ഞങ്ങളവിടെ ചെന്നൊരു പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾക്കൊരു കുർബാന തരാമെന്ന്. അവരുടെ ഷെഡ്യൂൾഡ് കുർബാന മാറ്റാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾക്ക് വൈകുന്നേരം 4 മണിക്ക് അവർക്കൊരു കുർബാനയ്ക്ക് അനുവാദം തന്നു, നമുക്കൊരു കുർബാനയ്ക്ക് അനുവാദം തന്നു. ആ കുർബാന ചെല്ലാനായിട്ട് മലയാളം കുർബാന ചെയ്യാൻ തയ്യാറുള്ള ഒരു വൈദികനെ ഞങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരൊറ്റ രീതിയിൽ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ദേവാലയങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ദേവാലയങ്ങളിൽ നമുക്കും കിട്ടണം. നമുക്കിവിടെ സമവായമല്ല ഇവിടെ ആവശ്യം. നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റാണ്. എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് വേണ്ടത്, അല്ലാതെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ല. ആ തട്ടിക്കൂട്ട് സെറ്റപ്പ് പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കും. ഈ മിസ്റ്റർ ഷൈജു ആൻ്റണി പറയുന്ന പോലെ ഒരു വെടിനിർത്തൽ എതിർകക്ഷിക്ക് വീണ്ടും യുദ്ധസന്നാഹം നടത്തുവാനുള്ള സമയം നമ്മൾ കൊടുക്കുകയാണ്. അവർ ഇപ്പോൾ തോറ്റു നിൽക്കുന്ന സമയമാണ്. ആത്മായ നേതൃത്വം, അതുപോലെ എറണാകുളത്തെ ആത്മായ വിശ്വാസികളും വൈദികരും ഒറ്റക്കെട്ടായി ശക്തമായ നിലപാടെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത്. ശക്തമായ നിലപാട് തന്നെ എടുക്കണം. ഒത്തുതീർപ്പ്, പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്, അല്ലെങ്കിൽ കൽദായർ അവരുടെ വഴിക്ക് പോകട്ടെ. അവർ പറയുന്നൊരു വിരോധാഭാസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സഭ വിട്ടുപോക്കോ, നമ്മളെങ്ങോട്ട് പോകാനായിട്ട്? നമ്മളൊരു സഭ വിട്ടു പോകുന്നതിന് നമുക്കതിൻ്റെ ആവശ്യമില്ല. ചങ്ങനാശ്ശേരിക്കാർക്കും പാലാക്കാർക്കും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിക്കാർക്കും അവരാണ് സഭ വിട്ടു പോകണമെന്നും കൽദായ പാരമ്പര്യവും കൽദായ ആരാധനക്രമവും സുറിയാനിപ്പാട്ടും തരികടയും വിശ്രീമണിയും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ തടയുന്നില്ല, നമ്മളതിന് തടയുന്നില്ലല്ലോ. ലെറ്റ് ദം ഗോ യുവർ ഓൺ വേ. ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിച്ച് വലിച്ചടച്ച് കൊണ്ടുപോകുന്നത് എന്തിനാണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. സഭ വിട്ടാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരാണ് പോകേണ്ടത്. നമ്മളൊരു സ്ഥലത്തും പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ 10-65 കൊല്ലം നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന പാരമ്പര്യം, ആ കുർബാന, 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രബോധനമനുസരിച്ചുള്ള ആ കുർബാന അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർ ഈ കൽദായരാണ്. അവരുടെ വഴിക്ക് പോകട്ടെ. നമ്മളെന്നും സത്യവിശ്വാസത്തിൽ ഉറച്ച് എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്രമായി തന്നെ നിലകൊള്ളും. താങ്ക് യു വെരി മച്ച്.